എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ജൂഗോയുടെ കൺട്രോള് അത് പതിയെ പതിയെ അവനെ വിട്ടു പോവാണ്. ബൊറൂട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ആ ബിൽഡിംഗ് തകർത്ത് മുഴുവൻ കേഴ്സ് മാർക്ക് പവറോട് കൂടെ പുറത്തേക്ക് ചാടി പോവാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് സാറയുടെയും കരീനും അവർ രണ്ടുപേരും ആ കേഴ്സ് മാർക്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എണ്ണങ്ങള് ഇപ്പൊ നദിക്കരയിലേക്ക് എത്തിയിട്ടുണ്ട്. സാറയുടെ പറയും ഇതിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിനെ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റെഡ് കണ്ണുള്ള ഓരോരോ ബേർഡ്സിനായിട്ട് അവൾ പിടിക്കാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും ക്ലാസ് റെപ്പും നാമിഡയും വസാബിയും അവര് മൂന്ന് പേരും ഇപ്പൊ സാറയുടെ അടുത്തേക്ക് വരിക. അവര് പരസ്പരം കണ്ടുമുട്ടിയ സന്തോഷത്തില് ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നദിയുടെ ഓപ്പോസിറ്റ് സൈഡ് അവര് ജൂഗോയെ കാണുക. ജൂഗോയുടെ ഭാവവും അവന്റെ ബോഡിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ജൂഗോയുടെ ബോഡിയിൽ ആ കേഴ്സ് മാർക്ക് പവർ അത് നന്നായിട്ട് സ്പ്രെഡ് ആയെന്ന്. ജൂഗോ ഒരു സെക്കൻഡ് ആ നദിയിലെ ബേർഡ്സിനെ അവറ്റകളെ മുഴുവൻ നോക്കുകയാണ്. അതിനുശേഷം അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ടാവില്ല. അവന്റെ തൊട്ടു പിന്നാലെ തന്നെ ബൊറൂട്ടോ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അടുത്ത നിമിഷം ആ ടൊസാക്കോ അവനിപ്പോ ജൂഗോയുടെ അടുത്തേക്ക് വരും. അവൻ ദൂരേക്ക് നോക്കും. സൂര്യൻ പതിയെ പതിയെ ഉദിച്ചു വരികയാണ്. ടൊസാക്കോയ്ക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സ് അവറ്റകള് അവിടെ മുഴുവൻ പറന്ന് നടന്ന് ആ ഇൻഫെക്ഷൻ എല്ലായിടത്തും സ്പ്രെഡ് ആക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ ബൊറൂട്ടോ അവൻ ചാടി വീണ് ടൊസാക്കോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അവൻ ബൊറൂട്ടോയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ഒരു മോൺസ്റ്റർ രൂപത്തിലേക്ക് മാറും. അവൻ ബൊറൂട്ടോ അങ്ങനെ ചുരുട്ടിയെടുത്ത് അവന്റെ കയ്യിൽ മടക്കി ലോക്ക് ചെയ്യും. അത് കണ്ട് ജൂഗോ അവൻ വമ്പൻ കരുപ്പില് ഇപ്പൊ ടൊസാക്കുവിന് നേരെ അങ്ങനെ നിൽക്കും. ടൊസാക്കു പറയും, അതെ കമോൺ കമോൺ, നിന്റെ കേഴ്സ് മാർക്ക് പവർ അത് നീ ഇൻക്രീസ് ചെയ്യ്. ആ ഒരു കേഴ്സ് മാർക്ക് പവറിൽ നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. നിന്റെ മുഴുവൻ പവർ മുഴുവൻ സ്ട്രെങ്ത് അത് പുറത്തെടുക്ക്. എനിക്കത് കാണണമെന്ന് പറഞ്ഞ് അവൻ ജൂഗോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ചാടി ചാടി നിൽക്കും. ആ വില്ലൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ജൂഗോ അവന്റെ ഫുൾ പവർ എടുത്ത് അവനെ ആഞ്ഞെട്ടിക്കും. വില്ലനാണെങ്കിൽ അവനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ജൂഗോ അവനെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. ചോര തുളുമ്പി ആ ടൊസാക്കോ വില്ലൻ അവൻ താഴെ വീഴും. അടുത്ത നിമിഷം ജൂഗോ അവന്റെ ബോഡിയിലെ ആ പവർ അത് മുഴുവനും നിമിഷ നേരങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ ആ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് കിടക്കുകയാണ്. ജൂഗോയ്ക്ക് അതിന്റെ ശേഷവും അവന്റെ കേഴ്സ് മാർക്ക് പവർ അത് കൺട്രോൾ ചെയ്യാനാവില്ല. അതേസമയം ഇവിടെ ഗേൾസ് അവർ ആ ബേർഡ്സുകളെ എല്ലാം ചെക്ക് ചെയ്ത് കേഴ്സ് മാർക്ക് പവറുള്ള ബേർഡ്സുകളെ അവറ്റകളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കേഴ്സ് മാർക്ക് പവറുള്ള ബേർഡ്സുകളെ കണ്ടെത്തണം, അല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് കരീൻ പറയും. ഇവിടെ ജൂഗോയുടെ കൺട്രോള് അത് മുഴുവനായിട്ട് നഷ്ടപ്പെട്ട് അവൻ ബൊറൂട്ടോയെ തല്ലാനായിട്ട് തുടങ്ങും. വില്ലൻ ടൊസാക്കോ പറയും, ജൂഗോ അവന്റെ റാംപേജ് അതിനെ അവസാനിപ്പിക്കില്ല. മറ്റൊരു ഭാഗത്ത് സുഗട്സു ആണെങ്കിൽ നിരങ്ങി ജൂഗോയുടെ അടുത്തേക്ക് വരും. ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയില്ല. അപ്പോഴായിരിക്കും ആ ന്യൂയി ആനിമല് അതവിടേക്ക് ചാടി വന്ന് ബൊറൂട്ടോയെ തൂക്കിയെടുത്ത് അവിടുന്ന് ദൂരേക്ക് പോവാണ്. ഉടനെ ആ ന്യൂയി ആനിമല് അത് തിരിച്ച് ജൂഗോയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അതിനുശേഷം ജൂഗോയും ആ ന്യൂയി ആനിമലും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മറ്റൊരു ഭാഗത്ത് സാറയുടെയും കരീനും അവർ രണ്ടുപേരും ഇപ്പൊ കുറച്ച് പേപ്പർ ബോംബൊക്കെ വെച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിനെ മുഴുവൻ തകർക്കാനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധി വിളിച്ചുണ്ടാവും. പക്ഷെ ജൂഗോ ആണെങ്കിൽ ന്യൂയി ആനിമലിനെ വിടാതെ അതിന്റെ വാലിൽ പിടിച്ച് കറക്കി ദൂരേക്ക് വലിച്ചെറിയും. ബൊറൂട്ടോ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ വലിയൊരു റെസൺ ഗൺ പവർ എടുത്ത് അവന്റെ നെഞ്ചിൽ തന്നെ ആഞ്ഞടിക്കും. പക്ഷെ ജൂഗോയ്ക്കാണെങ്കിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. അവൻ വീണ്ടും ബൊറൂട്ടോയ്ക്ക് നേരെ നിൽക്കാണ്. ബൊറൂട്ടോ ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. ജൂഗോ ആണെങ്കിൽ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് ആഞ്ഞൊരു ഇടിക്കും. ബൊറൂട്ടോയുടെ ബോഡിയിലല്ല മറിച്ച് തറയില്. അതിനുശേഷം ജൂഗോ അവൻ പതിയെ നോർമൽ ആവുകയാണ്. മറ്റൊരു ഭാഗത്ത് സാറയുടെ ആണെങ്കിൽ പേപ്പർ ബോംബൊക്കെ വെച്ച് ആ ബേർഡ്സുകളെ നശിപ്പിക്കാൻ റെഡിയായിട്ട് നിൽക്കും. ഉടനെ കൊനഹമാരും നീച്ചുകയും അവരിപ്പോ അവിടേക്ക് വന്ന് അവളുടെ കയ്യിലുള്ള പേപ്പർ ബോംബ് അത് വാങ്ങിക്കും. അതിനുശേഷം ആ ബേർഡ്സുകൾക്ക് കൊടുക്കാനുള്ള മെഡിസിൻ അത് കാണിച്ചിട്ട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അവറ്റകൾക്കെല്ലാം കൊടുക്കാനുള്ള മെഡിസിൻസ് ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞു. സുഗട്സു ആ മെഡിസിൻ എടുത്ത് ഇപ്പൊ അവന്റെ വായിലേക്ക് ഒഴിക്കും. അതിനുശേഷം അതങ്ങനെ പുറത്തേക്ക് ചീറ്റി ഒരു മഴയായി ആ ബേർഡ്സുകളുടെ ബോഡിയിലേക്ക് അങ്ങനെ തെറിപ്പിച്ചു വിടും. അവറ്റകളുടെ ബോഡിയിലുണ്ടായിരുന്ന ആ കേഴ്സ് മാർക്ക് പവറൊക്കെ മാറി അവറ്റകൾ നോർമലാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ എല്ലാം നോർമലായി. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത കൂടൊക്കെ പതിയെ അഴിക്കും. മറ്റൊരു ഭാഗത്ത് കരീനും
ജൂഗോയും സുഗട്സുവും. അവർ 3 പേരും ആ ടൊസാക്കോയെ അവനൊരു ബോക്സിലാക്കി ഒറോച്ചിമാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ജൂഗോ അവനാണെങ്കിൽ അവന്റെ നെഞ്ചിൽ കൈവച്ച് ആ ഒരു വെള്ള വാർത്ത അത് പറന്നു പോകുന്നത് നോക്കി ഹാപ്പി ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം ടീം 7ഉം പോലീസും ചേർന്ന് ഒരു മിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഗ്രാമത്തിലുള്ള ഒരു പെരുങ്കള്ളൻ അവനെ പിടിക്കുക എന്നതാണ് ആ ഒരു മിഷൻ. പോലീസുകാരും ബൊറൂട്ടോ ടീമും ഇപ്പൊ കള്ളന്റെ പിന്നാലെ തന്നെ ഉഷാറായിട്ട് ഓടും. ഇപ്പൊ കള്ളന്റെ പിന്നാലെ തന്നെ ഉഷാറായിട്ട് ഓടുകയാണ്. അങ്ങനെ അവർ അല്പദൂരം മുൻപോട്ട് ഓടി വരുമ്പോ ഒരു കൂട്ടം കള്ളുകൂടിയന്മാര് അതിനിടയിൽ ആ വില്ലനും ഉണ്ടെന്ന് അവർക്ക് പിടികിട്ടും. പോലീസുകാരുടനെ അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോവും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കാണുക. സാറടയ്ക്കാണെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവള് പറയും ഇതൊരു പാവം പൂച്ചയാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ പാരന്റ്സിനെ നഷ്ടപ്പെട്ട് ഇവിടെ കറങ്ങി നടക്കുകയാണെന്നാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ പാരന്റ്സിനെ കണ്ടെത്തണം. അതിനു മുൻപ് ഇന്നൊരു ദിവസം ഇതിനൊരു ഷെൽട്ടർ കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞ് ബൊറൂട്ടോയും സാറടയും ഇപ്പൊ മീറ്റ്സുകയോട് റിക്വസ്റ്റ് ചെയ്യും. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്നൊരു ദിവസം ഈ പൂച്ചയെ നിന്റെ വീട്ടിൽ നിർത്താൻ പറ്റോ? അതിനവനും ഓക്കെ പറഞ്ഞ് ആ പൂച്ചയെടുത്ത് വീട്ടിലേക്ക് വരും. കട്ട് ചെയ്താ ഇപ്പൊ സാറടയ്ക്കും ബൊറൂട്ടോയ്ക്കും അവർക്ക് 2 പേർക്കും ഒരുപാട് ടെൻഷനാണ്. സാറട ചോദിക്കും മീറ്റ്സുയെ കൊണ്ട് ആ പൂച്ചയെ അതിനെ നോക്കാൻ പറ്റോ? എന്റെ വീട്ടില് അമ്മ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അവന്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. കട്ട് ചെയ്താ ഇപ്പൊ മീറ്റ്സുകയുടെ വീട് കാണിക്കും. അവിടെ ആ പൂച്ചയാണെങ്കിൽ ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂച്ചയാണെങ്കിൽ ആ റൂമിലുള്ള ഫോട്ടോസും കേർട്ടൻസും ഒക്കെ തന്നെ തട്ടി താഴിട്ടുകൊണ്ടേയിരിക്കും. മീറ്റ്സുക അതിന് കഴിക്കാൻ ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ 2 പേരും പരസ്പരം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടന്നുറങ്ങും. അപ്പോഴായിരിക്കും ആ പൂച്ച അത് ചാടി വന്ന് മീറ്റ്സുകയുടെ പുതപ്പിനടിയിൽ കയറുക. മീറ്റ്സുക ഓരോ തവണ അതിനെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോഴും അത് വീണ്ടും വീണ്ടും ആ പുതപ്പിനടിയിലേക്ക് തന്നെ വലിഞ്ഞു കയറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ആ പോലീസ് സ്റ്റേഷൻ കാണിക്കും. പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവിനോട് പറയും ഇന്നലെ നമ്മൾ പിടിച്ച ആ 4 പേര്, അവരിൽ 4 പേരിലും യഥാർത്ഥ കള്ളൻ അവനില്ല. അവൻ എങ്ങനെയോ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ആ 4 പേരെയും റിലീസ് ചെയ്യും. അതേസമയം ഇവിടെ ബൊറൂട്ടോയും സാറടയും അവർ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ട് ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മുടെ മീറ്റ്സുക അവനിപ്പോ അവിടേക്ക് വരിക. ബൊറൂട്ടോയ്ക്കും സാറടയ്ക്കും മീറ്റ്സുകയെ കണ്ട് ഒരുപാട് സന്തോഷമാവും. മീറ്റ്സുക നമ്മുടെ പൂച്ച അതെന്തു പറയുന്നു? മീറ്റ്സുക ക്യാഷ്വലായിട്ട് പറയും അതൊന്നും പറയുന്നൊന്നുമില്ല, അത് വീട്ടിൽ തന്നെ ഉണ്ട്. ബൊറൂട്ടോ അവന്റെ തലയൊക്കെ ചൊറിഞ്ഞ് ഇപ്പൊ വീണ്ടും മീറ്റ്സുകയോട് പറയും ആക്ച്വലി എന്റെ അച്ഛനും അമ്മയും വീട്ടിലില്ല. അവർ തിരികെ വന്ന് അവരുടെ പെർമിഷൻ കിട്ടിയതിന് ശേഷം ആ പൂച്ചയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അതുവരെ എങ്ങനെയെങ്കിലും നീ അതിനെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് മീറ്റ്സുക തലയാട്ടി ഇപ്പൊ പൂച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഫുഡ് വാങ്ങാൻ പോവാണ്. മീറ്റ്സുക ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫുഡ്, ബെൽറ്റ്, പ്രോട്ടീൻസ് അങ്ങനെ എല്ലാം വാങ്ങി വീട്ടിലേക്ക് വരും. അവൻ ആ വീട് മുഴുവൻ കയറി ഇറങ്ങി നോക്കും. ആ പൂച്ചയെ അവിടെ എവിടെയും കാണാനുണ്ടാവില്ല. അവസാനം അവന്റെ ബെഡിലെ പില്ലോ അതെടുത്ത് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ കക്ഷി അതിനടിയിലിരിക്കുന്നതായിട്ട് മീറ്റ്സുക കാണുക. അവനാണെങ്കിൽ ഇപ്പൊ അതിന് കഴിക്കാൻ ഫുഡും വെള്ളമൊക്കെ കൊടുത്ത് അതിനോടിപ്പോ കൂടുതൽ അറ്റാച്ച്ഡ് ആവുകയാണ്. മീറ്റ്സുക ആണെങ്കിൽ ഇപ്പൊ ആ പൂച്ചയ്ക്ക് ഒരു പുതിയ അടിപൊളി പേരൊക്കെ കൊടുക്കും. അതിനുശേഷം അതിന്റെ കൂടെ കളിച്ചും അതിനെ അവന്റെ കൂടെ തന്നെ കിടത്തിയും അങ്ങനെ ദിവസങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിട്ട് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോയും സാറടയും അവർ 2 പേരും ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. ഇനി ആരാ പൂച്ചയെ വളർത്തും? അവർ നീ വളർത്ത് അല്ല നീ വളർത്ത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മീറ്റ്സുകയുടെ പൂച്ചയെ കാണിക്കും. അതിനിപ്പോ തീരെ സുഖമില്ല. മീറ്റ്സുക ടെൻഷനായി ആ പൂച്ചയെ എടുത്ത് ഇപ്പൊ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വരും. ഉടനെ റിസപ്ഷനിസ്റ്റ് അയ്യോ ഇത് നോർമൽ പേഷ്യൻസിനെ നോക്കുന്ന, അയ്യോ ഇത് ഹ്യൂമൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്, വെറ്റിനറി ഹോസ്പിറ്റലിലാണ് ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞ് അവളിപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള മാപ്പ് അത് മീറ്റ്സുകയ്ക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ജയിലിൽ നിന്ന് റിലീസ് ചെയ്ത 4 പേരിൽ ഒരാള് അവനാണെങ്കിൽ അവിടെ ക്യാഷ്വലായിട്ട് ഒരു ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിരിക്കുകയാണ്. ആക്ച്വലി അവൻ മറ്റാരുമല്ല, അവനാണ് ബൊറൂട്ടോയും ടീമും പോലീസും ഒക്കെ അന്വേഷിക്കുന്ന ആ പെരുങ്കള്ളൻ. അവൻ ഞൊടിയിടയിൽ മീറ്റ്സുകയുടെ ക്യാറ്റുമായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അവൻ സാറുടെയും ബൊറൂട്ടോയുടെ മുൻപിലൂടെ ആയിരിക്കും ഓടിപ്പോവുക. മീറ്റ്സുകയാണെങ്കിൽ ആ പൂച്ചയെ കാണാതെ ടെൻഷനായി ഇപ്പൊ ബൊറൂട്ടോയുടെയും സാറുടെ അടുത്തേക്ക് വരും. എന്നിട്ട് കാര്യം പറയും. അതിനവര് പറയും ഏതോ ഒരുത്തൻ ഇപ്പൊ പൂച്ചയായിട്ട് ഇതുവഴി ഓടിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. ഉടനെ നമ്മുടെ ആൾക്കാര് അവര് കറക്റ്റായി അവന്റെ പിന്നാലെ ഓടി അവനെ ലോക്ക് ചെയ്യും. ആ വില്ലനാണെങ്കിൽ ഇപ്പൊ ഒരു കത്തിയെടുത്ത് ആ പൂച്ചയെ കൊല്ലാൻ നോക്കാണ്. അത് കണ്ട് മീറ്റ്സുക അവൻ ചാടി വീണ് ആ വില്ലനെ ചവിട്ടി തെറിപ്പിച്ച് പൂച്ചയെ കയ്യിലെടുക്കും. എന്നിട്ട് അടുത്ത നിമിഷം അതുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടും. ഇവിടെ ബൊറൂട്ടോയും സാറടയും
പോലീസും അവരെല്ലാവരും അവിടേക്ക് എത്തി ആ വില്ലനെ അവൻ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകും. അപ്പോഴായിരിക്കും ആ പോലീസ് അവര് ബൊറൂട്ടോയോടും സാരഡയോടും പറയാ ആ വില്ലൻ അവൻ അടിച്ചു മാറ്റിയ ആ ഗോൾഡ് അത് മുഴുവൻ ആ പൂച്ചയുടെ വയറ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് കേട്ട് അവർ രണ്ടുപേരും ഷോക്കാവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്ത് അതിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഗോൾഡുകളെല്ലാം പുറത്തെടുക്കും. മെയ്റ്റ്സിക ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് സന്തോഷമായി. അതുമായിട്ട് ഒരു പാർക്കിലേക്ക് വരും. അപ്പോഴായിരിക്കും ആ കുഞ്ഞിപ്പൂച്ചയുടെ അമ്മ പൂച്ച അത് അവിടേക്ക് വന്ന് ആ പൂച്ചക്കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോവും. കട്ട് ചെയ്ത മെയ്റ്റ്സിക അവൻ ഒരുപാട് വിഷമത്തില് ബൊറൂട്ടോയോടും സാരഡയോടും പറയും, എന്റെ ക്യാറ്റ് അത് പോയി, അതിനെ അതിന്റെ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. ബൊറൂട്ടോയ്ക്കും സാരഡയ്ക്കും മനസ്സിലാവും മെയ്റ്റ്സിക അവൻ ആ പൂച്ചയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയെന്ന്. മെയ്റ്റ്സികയ്ക്കാണെങ്കിൽ അവന്റെ വിഷമം അത് കൺട്രോൾ ചെയ്യാനാവില്ല. അവൻ വീണ്ടും വീട്ടിലേക്ക് തിരികെ വരികയാണ്. അപ്പോഴായിരിക്കും ആ പൂച്ച വീണ്ടും ഇപ്പൊ മെയ്റ്റ്സികയെ കാണാൻ അവിടേക്ക് എത്തിയത്. മെയ്റ്റ്സിക കാണുക. മെയ്റ്റ്സിക ഒരുപാട് സന്തോഷത്തില് അതിനെ കോരിയെടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.